റമളാനിന്റെ ആദ്യത്തെ രാവിന് വലിയ പ്രത്യേകതയുണ്ട്. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാനിന്റെ ആദ്യത്തെ രാവായാൽ നളറല്ലാഹു തആല ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഒരു നോട്ടം നോക്കാനുണ്ട്. ആ നോട്ടം എന്ന് പറയുന്നത് വല്ലാത്തൊരു നോട്ടമാണ് കേട്ടോ. വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. ഏതെങ്കിലും ഒരു മനുഷ്യന് റമളാനിൽ അള്ളാഹുവിന്റെ നോട്ടം കിട്ടിയാൽ, റമളാനിന്റെ ആദ്യത്തെ രാവിൽ അള്ളാഹുവിന്റെ നോട്ടം കിട്ടിയാൽ ലം യുഅദ്ദിബുഹു അബദാ, പിന്നീട് ഒരിക്കലും ആ മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കൂല. ആ മനുഷ്യന് ഖബറിൽ ശിക്ഷയില്ല. ആ മനുഷ്യന് നരകത്തിന്റെ തീന മനുഷ്യൻ അർഹരല്ല കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ രാവിനെ നന്നായി ഉപയോഗപ്പെടുത്തണേ. ആ രാവെന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന രാവാണ്, നരകത്തെ കൊട്ടിയടക്കപ്പെടുന്ന രാവാണ്, റഹ്മത്തിന്റെ മലക്ക് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാവാണ്. അതുകൊണ്ട് തന്നെ ആ രാവിലെ ഒരു കാരണവശത്താലും നമ്മൾ ഗഫലത്തിലായി പോവാൻ പാടില്ല കേട്ടോ. ആ രാവിലെ മഗ്രിബ് ജമാഅത്ത് വേണേ, ആ രാവിലെ ഇശാ ജമാഅത്ത് വേണേ, ആ രാവിലെ നമുക്ക് തറാവീഹ് മുഴുവനും ജമാഅത്തായിട്ട് വേണേ, ആ രാവിലെ നമുക്ക് സുബ്ഹ് നിസ്കാരം ജമാഅത്തായിട്ട് വേണേ. വല്ല മനുഷ്യനും ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് രാത്രിയുടെ പകുതി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഗഫലത്തിലാവല്ലേ. യജമാനനായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമുക്ക് ലഭിക്കണ്ടേ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമുക്ക് ലഭിച്ചാൽ സാധുക്കളായ നമുക്ക് പിന്നീട് ശിക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് റമളാനിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച്, എല്ലാ തറാവീഹും സന്തോഷത്തോടുകൂടി നിസ്കരിച്ച്, തറാവീഹ് സമയം അല്പം നീണ്ടാലും സന്തോഷത്തോടെ നിസ്കരിച്ച്, പകൽ സമയത്ത് നോമ്പ് സന്തോഷത്തോടുകൂടി നോറ്റ്, ഇനി അല്പം വെയിൽ വന്നാലും സന്തോഷത്തോടെ നോമ്പ് നോറ്റ്, എന്താണ് മഗ്രിബാവാത്തത്, എന്താണ് മഗ്രിബാവാത്തത് എന്ന് ആലോചിച്ചുകൊണ്ട് ഈമാനിനെ തട്ടിക്കളഞ്ഞ് സന്തോഷമില്ലാത്ത അവസ്ഥയിലാക്കരുത് കേട്ടോ. അതുകൊണ്ട് ആനന്ദത്തോടുകൂടി റമളാനിനെ സ്വീകരിക്കണേ. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മതി വൽ മഗ്ഫിറ, അല്ലാഹുവേ ബല്ലിഗ്നാ റമളാൻ.